ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അൻഷു ഗെയിമർ. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു വെബ് സീരീസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ സീരീസ് തുടങ്ങിയേക്കാണ്. കിടിലൻ സീരീസാണ്. അപ്പോൾ എല്ലാവരും കാണാതെ പോകണം. അപ്പോൾ നമുക്ക് പുതിയ ഹൗസൊക്കെ കിട്ടിയെന്ന് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മൾ കുറേ സഹായമൊക്കെ ഗവൺമെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ഗവൺമെൻറ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഹൗസാണ് ഇട്ടത്. നമുക്ക് ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. പിന്നെ നമ്മൾ ഹൗസിലേക്ക് കുറച്ച് കാർഷൊക്കെ ഇറക്കിയാണ്. കാരണം നമ്മളെ താറ് റോക്സൊക്കെ കിടക്കുന്നുണ്ട്. അതേമാതിരി നല്ല മഴയാണ് കേട്ടോ ഗൈസ്. കാരണം കേരളത്തിൽ നല്ല മഴക്കാലമാണ്. അതാണ് നല്ല മഴയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കൂടുകയാണ് കേട്ടോ ഗൈസ്. അതേമാതിരി നമ്മളെ GT റോഡ് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഡിഫൻഡറും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അത്രയും കാർസ് നമ്മൾ നോക്കി നടക്കാൻ. അതിങ്ങനെ അപ്പോൾ നമുക്കിന്ന് കുറേ പരിപാടി ഉണ്ട്. നമുക്ക് ഡിഫൻഡർ എടുത്ത് പോകാനുണ്ട് ഗൈസ്. നമ്മളെല്ലാം സ്ഥലമൊന്നും വിളിച്ച് നമുക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ കാറൊക്കെ ഒന്ന് ക്ലീനാക്കിയനി. ഏതായാലും മയത്തെടുത്ത് പോകാനല്ലേ, ക്ലീനാക്കി വെറുതെ ആകും. അപ്പോൾ അതാണ് ഡിഫൻഡർ എടുത്ത് പോവാം. അപ്പോൾ അങ്ങനെ ഡിഫൻഡറോട് എടുത്ത് തന്നിട്ട് ഗൈസ്. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഇറങ്ങാം. ഇതാണ് ഇട്ട ഗൈസ് നമ്മളെ ഹൗസ്. ഡിഫൻഡറിൻ്റെ താറോക്സിൻ്റെ പിന്നെ GT ഹലോ വീൽസൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കും കാണിച്ചു തരാം. മോൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. കാറിന് ടയറില്ല ഗൈസ്. അത് ശരിക്കും ടയറില്ലാതെ ഓടുന്ന വണ്ടിയാണ് ഗൈസ്. അത് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഓടും, വെള്ളത്തിൻ്റെ അടി കൂടൊക്കെ പോണൊരു സ്വിമ്മിങ് ബോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതൊരു വണ്ടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഈ പോരൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടോ. ഇവനെ കയറ്റിയേക്കാൻ കുറച്ച് പാടുപെട്ട് കണ്ടു ഗൈസ്. ഇതിന് ടയർ വേണ്ടത് ഒരു മാജിക്കൽ വണ്ടിയാണ്. അപ്പം നമുക്കിതെടുത്ത് കാർ ഷോ അതൊക്കെ കൊണ്ടുപോയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ കാറിൻ്റെ ചെറിയ വീൽ അടിയിൽ വെച്ചാണ് ഉള്ളാൻ. ചെറിയൊരു പവർ മുന്നോട്ടോട്ട് കൊടുക്കും, അപ്പോഴും മെല്ലെ അടിച്ചടിക്കും. അതാണ് കേട്ടോ സംഭവം. അപ്പോൾ നമുക്ക് നേരെ ഡിഫൻഡർ എടുത്ത് പോവാം. അത് കാണിച്ചു തരാൻ വേണ്ടി നിന്നേനിട്ട് ഗൈസ്. ഡിഫൻഡർ അലോയിൽ നല്ല രീതിക്ക് ചേരുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഇഷ്ടമായൊന്നും ഇല്ലേന്ന് കമൻറ്റ് കിട്ടുമോ. ഇതാണ് നമുക്ക് ഡിഫൻഡർ എടുത്ത് പോയേക്കാം. നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെ ഇട്ടിട്ട് ഈ വീട്ടിന് കുറച്ച് നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കാം. അപ്പോൾ നമുക്കതാണ് നേരെ നമ്മളെ ലെസ്റ്റർ ഇരിക്കുന്നോടത്ത് പോകാം. ലെസ്റ്റർ ഇപ്പം നമ്മളെ പഴയ വീട്ടിലാണെന്നുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ അവിടേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. ഇങ്ങനെ നമ്മളിവിടെ എത്തിയേക്കാണ്. അപ്പം നമുക്ക് നേരെ വണ്ടി ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇടട്ടെ. നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇട്ടാണ് കേട്ടോ. അപ്പം നേരെ പോവാം. ഒരു ലെജൻഡറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ ലെസ്റ്റൻ്റെ ആയിരിക്കും. കിടില അലോയിലൊക്കെ വെച്ചാണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും ലെസ്റ്റർ അകത്തുണ്ട് എന്നാണ് തോന്നുന്നത് ഗൈസ്. ഏതായാലും അകത്ത് ചെന്ന് നോക്കട്ടെ. ലെസ്റ്റർ അകത്തുണ്ടോ നോക്കാം ഗൈസ്. പിന്നെ ഒരു ബൈക്കൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ശരിക്കും നമ്മൾ ബൈക്കാണ്. അന്തരാവശ്യമൊക്കെ വരുമ്പോൾ എടുക്കാനാണ്. മയത്ത് മാറ്റിയിട്ടാകട്ടെ ഗൈസ്. മഴ കൊണ്ട് നശിക്കേണ്ട ഒരു വണ്ടി. എന്തായാലും ആ ബൈക്ക് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചാണ് ഗൈസ്. അത് വീടിനകത്ത് തന്നെ ഇട്ട് വെക്കാം. എവിടെയെങ്കിലും പോക്കാൻ വരുമ്പോൾ രക്ഷപ്പെടാ ഇവിടെ വെക്കണ്ട ഗൈസ്. നമ്മൾ ലെസ്റ്ററിലൂടെ എത്തിയെന്ന്. നമുക്ക് നമ്മൾ സീക്രട്ട് ഗാരേജ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ സീക്രട്ട് എക്സിറ്റൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് സീക്രട്ട് ഗാരേജ് പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോട്ട് കൊടുത്തു പോകാമല്ലോ ഗൈസ്. നമ്മളവിടെ ടച്ചറിയാൻ എൻ്റെ അടുത്തുണ്ട്. നമ്മളൊന്ന് ഇടിച്ചു കൊടുത്തു. അപ്പോൾ ലെസ്റ്റർ നമ്മൾ സംസാരിച്ച് ലെസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. അതവിടെ ഉണ്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞാൽ വിചാരിച്ചതെങ്കിൽ നമ്മളിവിടെ ഒരു സോംബി വൈറസ് കയറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു വേറൊക്കെ തന്നെ നമ്മൾ മൈക്കിലൂടെ എത്തിയെന്ന് എന്താ പറയുക ഗൈസ്. ഇത് നന്നായിരിക്കും. നമുക്കേതായാലും വീട്ടിൽ പോകണം, എല്ലാത്തിനും കയറണം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും. നമ്മളെല്ലാവരും വേറെ സിറ്റിക്ക് പോകാനിട്ട് വരും. ഇതൊരു ആളെ പുറത്ത് കിട്ടുന്ന സോമ്പിനെ ഇങ്ങോട്ട് പുറത്ത് കിട്ടുന്നു.
ഇനി ഫുള്ള് സോംബി വൈറസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ഡിഫൻഡർ എടുത്താണ്ട് നേരെ അങ്ങോട്ട് പോവാം. നമ്മളെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് സംഭവമൊക്കെ സെറ്റാക്കി എടുക്കാം. അതാണ് പാക്കേജ് എടുത്ത് പോകണം ഗൈസ്. പാക്കേജ് എടുത്ത് പോകാണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വേണം കേൾക്കാൻ. വീട്ടിലെത്തിയിട്ട് വേണം. നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്താണ് എസ്തർ വിളിച്ച് നമ്മളെ ഡോക്ടർ ഡൊമിനിക്ക് ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത്. നമ്മൾ CPM പോയാണ്ട് അൻഷുവിന് വിട്ട് കുറേ പണിയൊക്കെ കൊടുത്തുന്ന്. അപ്പം അൻഷു വിളിച്ചത് ഓനിട്ട് നല്ലോണം കൊടുക്കണം, ഓനൊക്കെ തട്ടിയാളെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഓനെ പിടിക്കാൻ പോകാൻ കേട്ടോ ഗൈസ്. ഫോനെ നമ്മൾ തീർത്തിട്ടാണ് കേട്ടോ ഗൈസ്. അത്രേ ഉള്ളൂ. ഓനെ നമ്മൾ തട്ടിയിട്ട് നമ്മളെ ബീച്ച് മാൻഷനിലാണോ ഇല്ലയെന്ന് പറഞ്ഞത്. നമ്മളൊരു മാൻഷൻ മേടിച്ച് വെച്ചിന് ബീച്ച് മാൻഷൻ. അപ്പോൾ അവിടെയാണോ ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ചെന്നേക്കാം. ഓനെ അങ്ങോട്ട് തട്ടിയിട്ടിടാം. ഇതാണ് കേട്ടോ നമ്മളെ ബീച്ച് മാൻഷനാണ്. നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഈ മഴയത്ത് തന്നെ ഓന് മരണം സംഭവിക്കാൻ പോവാണല്ലോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഓൻ്റെ സിറ്റുവേഷൻ ഓൻ്റെ എല്ലാതും ഹാക്ക് ചെയ്തില്ല. കാരണം ഹാക്ക് ചെയ്ത ഓനെ അറിയും, പിന്നെ ഒരു രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്തത്. കാരണം ഓൻ പഠിച്ച കള്ളനാണ് ഗൈസ്. അതാണ് നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയാനത്. ലെസ്റ്റർ അതിനൊക്കെ വലിയ ഹാക്കറാണ് എന്നുള്ള കാര്യം ഓനെ അറിയില്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അവൻ്റെ ഹാക്ക് ചെയ്യാതെ ഓൻ്റെ ലൊക്കേഷൻ മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് കേട്ട്. അപ്പോൾ നമുക്കതിന് നേരെ അങ്ങോട്ട് ഇറക്കിയേക്കാം. നമ്മൾ ഡൊമിനിക്കിനെ കണ്ടുപിടിച്ചെന്ന് നമ്മൾ ബീച്ച് മാൻഷനിലാണ്. അപ്പോൾ അവനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലാത്ത രൂപത്തിൽ നിൽക്കാനായിട്ട് നമ്മൾ ഒന്ന് അതിനൊക്കെ നമ്മളെ കണ്ട നട്ടെല്ലാണ് ബീച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽ കൊടുക്കണം. നമ്മളടിക്കാനാണ് വെച്ച് നമ്മളടിക്കാനായോ അത്ര തന്നെ. ഞാനെന്ത് ചെത്തിയെടുക്കും എത്താനെ ഞാൻ ചെത്തിയെടുക്കും. ചത്തതിൻ്റെ വയസ്സ് അവൻ്റെ തലക്ക് ഇട്ടൊരു ബുള്ളറ്റ് ഇട്ട് അവനെടുക്കില്ല. ഇത് ചാമ്പളം നല്ല ലുക്കിലല്ലേ കിടത്തങ്ങോട്ട് ചെക്കൻ കിടക്കണേ. അവനെ കൊന്നിന് അത്ര ഓനെ നമ്മൾ കൊന്ന്. നമുക്ക് നേരെ പോകാം. കാരണം സോംബി വൈറസ് ഇറങ്ങുന്ന മുന്നേ നമ്മൾ എത്തണം. ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു സാക്ഷി പോലും ഉണ്ട്. അതായത് ഒക്കത്തിനിടെ കില്ല് ചെയ്തിടാം. ഒക്കത്തിനോട് കില്ല് ചെയ്തിടട്ടെ. അവനൊക്കെ കൊന്നിന്. ഇവന് കൊന്നിട്ടൊരു കുലുക്കില്ല ഗൈസ്. ഇവിടെ കൊലയാണ് മക്കനെ കൊല. എന്നിട്ട് എനിക്കെന്താ ഒരു കുലുക്കല്ലാത്തട. അവനെ തലക്കിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് അവനവിടെ തട്ടി നിന്ന്. തെളിവൊന്നുമില്ല ഗൈസ്. ഒക്കത്തെ നമ്മൾ കൊന്ന് 2 സ്റ്റാറുണ്ട് ഗൈസ്. അതൊന്നും കുഴപ്പമില്ല. കാരണം ഇത് ബീച്ച് മാൻഷനാണ്, നമ്മളെ സ്ഥലമാണ്. ഇവിടെ പോലീസിന് എൻട്രി വേണമെങ്കിൽ നമ്മൾ പറയണം. ഒന്നാമത് നമ്മളൊരു പോലീസാണ്. എന്നാലും ഇപ്പം നമ്മൾ പോലീസിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിട്ട് ഗൈസ്. അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്തിറങ്ങിയേക്കാം. ഇത് ചെയ്ത പോലീസ് നമ്മളെ പുറത്തോടെയൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ ഗൈസ്. അവൻ ഡിഫൻഡർ റിവേഴ്സ് എടുത്തിട്ട് ഇറക്കിയെന്ന്. അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ഇറക്കി നേരെ നമുക്ക് വിട്ടോട്ടെ. 2 സ്റ്റാർ വേണ്ട ലെവൽ എപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. എത്തുവരെ പോയില്ല. പോലീസ് മിക്കവാറും ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നി ഗൈസ്. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിടികൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും രക്ഷപ്പെടാൻ നോക്കാം. ഇന്നത്തോളം രക്ഷപ്പെടാൻ നോക്കട്ടെ ഗൈസ്. എൻ്റെ ഡോറൊക്കെ നശിപ്പിച്ച് ഗൈസ്. വണ്ടി എസ്കോട്ടായി. അപ്പോൾ നമുക്കിനി നിൽക്കുന്നില്ലാതെ ഒരു ലക്ഷമുള്ള ഗൈസ്. വണ്ടി എസ്കോട്ടായി. വണ്ടി ആകെ ഡാമേജായി തോന്നുന്നു ഗൈസ്. നമ്മൾ ഷൂട്ട് ചെയ്യാനിട്ട് ഗൈസ്. ഒരു അത്രയൊക്കെ ആയി ഗൈസ്. നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ ഉണ്ട് ഗൈസ്. അതിനെ കൊന്നിട്ടിടാം ഗൈസ്. ഓല് മരിച്ചു. ഡോറിട്ടിനൊക്കെ മരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മൾ ഡിഫൻഡർ ആകെ പോയി എടുക്കുകയാണ് ഗൈസ്. നമ്മൾ മിക്കവാറും നമ്മളെ പിന്നെ ഒന്ന് റെഡി ആക്കിക്കോളും. നമുക്കിവിടെ വെച്ചാൽ മതി.
അപ്പം നമുക്ക് ഏതായാലും വണ്ടി ഇങ്ങോട്ടിട്ട് നമ്മൾ താറോക്സ് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് പോവാം. അല്ലെ ചീട്ടുകാരൊക്കെ എടുത്ത് പോകട്ടെ. അപ്പം ഇനി ഒന്ന് റെഡി ആയിക്കോളൂ. റെഡി. അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങിയെന്ന് കേട്ടോ. നമുക്ക് നേരെ ഇനി നമ്മളെ താറോക്സും ബാഗൊക്കെ എടുത്ത് വിടുന്നൊരു സ്ഥലം ഇവിടെ. കാരണം നമ്മൾ ഇതിന് സിറ്റി വിട്ട് പോകാൻ കേട്ടോ. നമ്മൾ ടെഫ്റ്റ് ഫോട്ടോ സിറ്റിയിലേക്കാണ് ഇനി നമ്മൾ പോണേ. നമ്മളെ ഫ്രണ്ടായി നമ്മളെ ജാക്കുണ്ട് അവിടെ. ജാക്കിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ അവിടെ ആയിക്കും നമ്മൾ പോയി. അപ്പോൾ ബാഗൊക്കെ എടുത്ത് വരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ബാഗൊക്കെ നമ്മൾ സെറ്റാക്കിന്ന് നമുക്ക് താറോക്സാണ് എടുത്ത് പോകാം. അങ്ങനെ മഴയുണ്ട് ഗൈസ്. അതാണ് എന്തെങ്കിലും ഓഫ് റോഡ് എന്തെങ്കിലും ഈ താറോക്സ് ഹാൻഡിൽ ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ താറോക്സ് എടുക്കുന്നത് അധികം സ്ലിപ്പാവും ചെയ്യില്ല ഈ വണ്ടി. ചീട്ടുകാരടക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഡിഫൻഡർ എടുത്ത് പോകാനായിട്ട് സ്ലിപ്പായി പോകാൻ കേട്ടോ. ഏതായാലും താറോക്സാണ് എടുത്ത് പോകും. താറോക്സ് എപ്പോഴും എടുക്കുന്നതാണ് കേട്ടോ ഗൈസ്. നമുക്ക് നല്ല നമ്മളെ ചീറ്റാൻ എടുത്ത് പോകാം. ഇവിടെ അടുത്തേക്ക് ഇട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഡിഫൻഡർ റെഡിയാക്കിന്ന് കേട്ടോ. അലവിയിൽ മാറ്റിന്ന്. ഇപ്പം നൈറ്റാണ്. സോംബീസാണ് ഫുള്ള്. നിങ്ങൾക്ക് കാണാം, ഫുള്ള് സോംബീസാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അവിടെ ഒരു ജീവാകെല്ലാം പോലും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. നമുക്ക് നേരെ പോകാം. കാരണം നമ്മൾ നൈസായിട്ട് പോലെ നോക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന് പറഞ്ഞ് നമ്മളെത്തുമെന്ന് വിചാരിച്ചെന്ന്. അപ്പം നമ്മളാണ് ലേറ്റായി പോയത്. അപ്പം വില്ലേജിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സോംബിനെ അറ്റാക്ക് ചെയ്ത് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരാളുടെ സോംബിനെ അറ്റാക്ക് ചെയ്ത് നിൽക്കാനെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ജീവൻ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം ഏതാണ്ട് സോംബി ശല്യമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളെ ഡിഫൻഡർ ആകെ പൊളിഞ്ഞ് സോംബിനെ അറ്റാക്ക് ചെയ്ത് കുത്തിയാണ്ടൊക്കെ പിന്നെ ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞടിക്കുകയാണ്. ഫുൾ ഡോറും പോയിരുന്നു. അപ്പം നമുക്കത് മതിൽ ചാടി നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പം നമുക്കത് മതിൽ ചാടി നിൽക്കേണ്ടി വരും. അപ്പം നമ്മളേതായാലും ഇവിടെ എത്തുമ്പോഴാണ് ഫുള്ള് സോംബീസാണ് കേട്ടോ ഗൈസ്. ഇതിന് നമ്മളെ കണ്ടില്ല ഗൈസ്. നമ്മൾ ട്രെയിൻ വന്നാണ്. നമ്മളവരെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഫുള്ള് സോംബിയാണ്. ഓടി ചെന്ന് ട്രെയിനിൽ കയറേണ്ടി വരും. അപ്പം നമ്മൾ ഏതായാലും ഓടി ചെന്ന് കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ട്രെയിനിൻ്റെ അവിടെ നിന്നൊക്കെ കയറി വരികയാണ് കേട്ടോ സോംബീസ്. അപ്പോൾ നമുക്ക് എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ട്രെയിനിൽ കയറാൻ നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ എവിടെ നിന്നാണ് അവരൊക്കെ കയറി എത്തുന്നത് ഗൈസ്. നമുക്ക് ട്രെയിനിൻ്റെ ആളില്ല എന്ന് പറഞ്ഞാൽ ആളിനെ സോംബി കടിച്ചു കൊന്നു. അപ്പോൾ ട്രെയിൻ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഏതായാലും കയറിയെന്ന്. പിന്നെ ബാക്കിയുള്ളവർ കൂടി കയറിയാൽ മതി. മതിയോ? വേഗം കയറിക്കൂടി വെക്കണേ. അപ്പോൾ നമ്മൾ സോംബി കടിച്ചാൽ നമുക്ക് അധികം പറ്റില്ല. കാരണം നമ്മളൊരു മരുന്ന് കുടിച്ചെന്ന്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ നേരെ പുറപ്പെട്ട് ബാക്കിയുള്ളവരൊക്കെ കയറി നിന്നിട്ട് ഓലൊക്കെ മരുന്ന് കുടിച്ചോണ്ടിങ്ങനെ ഓന് സോംബി അടിച്ചാൽ ഒന്നും പറ്റുമൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഓല് സോംബിൻ്റെ അടുത്ത് നിന്ന് കടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നും പറ്റൂല ഗൈസ്. ഒരു ബോഡി ബിൽഡർ വരെ നമ്മൾ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു ബോഡി ഹാമറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ സോംബി അധികം കടിച്ചൊന്നും പറ്റൂല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ എത്തിയിട്ട് ഇനി കാണാം. അപ്പോൾ അവിടെ ഗൈസ് അങ്ങനെ നമ്മൾ ജാക്കാണ് ഇട്ടോ ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനും ബാക്കി ടീമൊക്കെ ഇവിടേക്ക് വരുന്നിട്ട് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി സാധനം വാങ്ങാൻ പോയിരുന്നു കേട്ട് ഗൈസ്. അപ്പം നമുക്ക് അവരെ കാണാൻ വേണ്ടി പോയേക്കാം. ആ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനെ ഇവിടെ എല്ലാവരും ഇവിടെ എത്തിയില്ലേ. അപ്പോൾ വണ്ടി ഒന്ന് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വെക്കാം. എടാ മക്കളെ ഫ്രാങ്കിനെടാ അത്ര ഇരിക്കണ്ടോ? എടാ ഫ്രാങ്കിന് ചെറിയ അപ്പച്ചൊന്നും അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ലാന്ന്. എടാ ഫ്രാങ്കിനെ അവൻ പോലീസ് പിടിച്ചടാ. എന്തിന്? എന്താണ് പറ്റിയപ്പോൾ മൈക്കിളെ? സത്യം പറയുകയാണെങ്കിൽ
ഫ്രാങ്ക്ലിൻ ഇവിടെ ഒരു മാഫിയ ബോസ് വന്ന്. മാഫിയ ബോസ് നീ വീട് വേണം പറഞ്ഞ് കച്ചറ. അതിൽ ഫ്രാങ്ക്ലിന് എന്താന്ന് ചോദിച്ചിട്ട് ഫ്രാങ്ക്ലിനെ ഇട്ടടിച്ച്. ഫ്രാങ്ക്ലിനെ ഒരടി അടിച്ചപ്പോൾ പോലീസിനെ വിളിച്ച് പോലീസ് ഇൻഫോം ചെയ്ത് പോലീസ് ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി. ഇത്രക്കായവർക്കൊക്കെ ഇവിടെ തന്നെ വണ്ടി. പോലീസിൻ്റെ അവസാനത്തെ കേസ് നമ്മളെ ഫ്രാങ്ക്ലിൻ മച്ചാനെ പോലീസ് കൊണ്ടുപോയിരുന്നു. നമ്മളെ താറെടുത്തൊരു മാസമുണ്ട് കേസിന്. ഞാൻ വണ്ടി എടുത്ത് പറപ്പിച്ച് അങ്ങോട്ട് ആയിഷ് പെന്നീനെ അടിച്ചു. സോറി പെന്നി, അറിയാതെ അടിച്ചു പോയാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഈ പെന്നി എങ്ങോട്ടാ പോയിന്ന്? ഞാൻ എൻ്റെ വർക്ക്ഷോപ്പൊക്കെ സെറ്റപ്പാണ്. സാരമില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. എൻ്റെ മോനെ മാസിലെണ്ണ കയറാം. ഗൈസ് ഇവർക്കൊക്കെ പണിയാണ് വരാൻ പോണത്. അർപ്പിച്ചെങ്കിൽ അർപ്പിച്ച് പണി ഒന്നിനും ഞാൻ ഇവിടെ വെക്കൂല. എൻ്റെ ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി. നീ ആരാടാ ജയിലിൽ കയറണ? അവിടെ നിന്ന് കൊള്ളാതെ എന്നെ വന്ന് പിടിക്കാൻ നോക്കണം. അവനെന്താ സലകൂട്ടി ഊട്ടിക്ക് പോയ നോട്ടം. നമ്മളെ ഫ്രാങ്ക്ലിനെ രണ്ട് ചെയിനും കാണില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിനെ മുത്തയ്ക്കുന്നതാ. ആ മാഫിയ ബോസിനെ കള്ള കേസ് കുടിക്കടാ. മോനിട്ടുള്ള പണി ഞാൻ കൊടുക്കണ്ടിച്ച്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ പോ. ഓക്കെ ബച്ചോ, വേഗം നമുക്ക് വീട്ടിൽ പോകണം. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഞാൻ ഒരു തല്ലിനിയോ? തല്ലാനൊന്നും പോയില്ല. തല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് വന്ന് തല്ല് പോലെ അവസാനമായിരിക്കും നിങ്ങൾക്കറിയാം. അത് കറക്റ്റാണ്. പിന്നെ ഒന്ന് വണ്ടി കയറി പോയി നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഇതാ വരുന്ന് മച്ചോ, വണ്ടി കയറി നമുക്ക് വീട്ടിൽ പോവാം. എപ്പോഴും കയറാൻ പോയി. എവിടെയാണ് സീറ്റ്? അതിലൊക്കെ ഇറങ്ങി പോകേണ്ടി വരും. ഇവനെങ്ങോട്ടാ പോണ്? ഇവനെത്ത കളിക്കുന്നത്? അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിനെ കൂട്ടി വരികയാണ് കേട്ടോ. എന്നാൽ പിന്നെ മച്ചു എന്തൊക്കെയുണ്ട് വർത്താനം? സിറ്റിയിൽ സുഖമല്ലേ? എന്ത് പറയാനാടാ, സിറ്റി സോംബി വൈറസ് അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. തോന്നിയത് എന്തോ കുഴപ്പമില്ലാതെ നിങ്ങൾ വരൂലെന്ന്. എന്താ ഇപ്പോൾ സോംബിൻ്റെ കഥ? പിന്നെന്താ വൈറസൊക്കെ എന്താ മരുന്നൊക്കെ ഒരു കണ്ടുപിടിച്ചെന്ന് ഉപയോഗിച്ചവരെ രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞു. അല്ല ഇവിടെ ഉണ്ടായിന് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ലെസ്റ്ററും പിന്നെ ഈ വർക്ക്ഷോപ്പൊക്കെ പോയിന്ന് നൈസായിട്ട് വന്ന് അടിച്ചു. അതിൻ്റെ വീട്ടിലുള്ള ഒരു ഓട്ടോ ഓടിയുന്നു വർക്ക്ഷോപ്പൊക്കെ. ബാക്കിയുള്ളവർ വില്ലേജ് കാർഡാരൊക്കെ പോയിണ്ടാവും. നീയും ഇവിടെ എടുക്കല്ലേ? നീ ഇവിടെ ആയിരിക്കും താമസിക്കല്. വാടാ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് നമ്മളെ വീട് കിടിലൻ വീട്. എനിക്ക് പുതിയ വീടൊക്കെ ഇറക്കി ഞാൻ കണ്ടിന്ന്. എക്സ്പ്ലോർ ചെയ്യേ. പുതിയ റൂമൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ബെഡ്റൂമാണില്ലേ? തന്നെ കിടിലൻ ബെഡ്റൂമൊക്കെ അല്ലേ? ഓ സെറ്റ്. ഞാനും കുറച്ച് കിടക്കട്ടെ. നല്ല ക്ഷീണമുണ്ട് പോയി. കുറച്ച് കിടക്കട്ടെ. അപ്പം നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ. സപ്പോർട്ട് ലൈക്ക് ചെയ്യണേ.